MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയായ ഒരു ഇറച്ചി ചോറാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇറച്ചി ചോറാണിത്. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. 2 ചെറിയ സവാള അരിഞ്ഞത്, 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും ചതച്ചെടുത്തതാണിത്. 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വേണം. നമുക്ക് ഈ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി സവാള ചേർക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റണം. ഇനി തക്കാളി ചേർക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. തക്കാളി ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ബീഫ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിക്കണം. ഓരോ ബീഫിൻ്റെയും വേവിനനുസരിച്ച് ടൈമിൽ ചെറിയ മാറ്റം വരാം. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ബീഫ് ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ ബീഫ് കഷ്ണങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് മാറ്റിവെക്കാം. ഇതിലെ ഗ്രേവി നമുക്ക് അളന്ന് നോക്കണം. ഇത് 1 കപ്പ് ഗ്രേവിയുണ്ട്. ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റിയെടുക്കണം. ഇതിനായി ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലയും 1 പകുതി ചെറുനാരങ്ങയും വേണം. ഇനി 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്.
ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് വെള്ളവും 1 കപ്പ് ബീഫിൻ്റെ ഗ്രേവിയുമാണ് ചേർക്കുന്നത്. ഈ ഗ്രേവിയും കൂടി ചേർത്ത് 4 കപ്പ് ആവും. നമുക്ക് ബീഫിൻ്റെ ഗ്രേവി എത്ര കിട്ടുന്നു എന്നതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഇനി നെയ്യ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് വേണ്ടത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, 2 പീസ് പട്ട. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ചേർക്കാം. നമുക്ക് ഈ സ്പൈസസ് ഇതിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയുടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ ബീഫിൻ്റെ ഗ്രേവി ഇതിലേക്ക് ചേർക്കാം. വെള്ളവും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ച ബീഫ് കഷ്ണങ്ങളും കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. എന്നിട്ട് സ്റ്റീം നന്നായി പോയതിന് ശേഷം തുറന്നാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ റൈസ് നന്നായി വെന്ത് നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.